കൊച്ചിയുടെ ഒരു പ്രൈം ലൊക്കേഷനാണ് കളമശ്ശേരി എന്ന ലൊക്കേഷൻ. അതായത് കാക്കനാട്, ഇടപ്പള്ളി, അതുപോലെ നമുക്ക് മെഡിക്കൽ കോളേജ്, അതുപോലെ ഒത്തിരി സ്കൂൾസും കോളേജസും കാര്യങ്ങളെല്ലാം വളരെ നിയർ ബൈ ഉള്ള ലൊക്കേഷനാണ്. അവിടെയുള്ള HMT ലൊക്കേഷനോട് വളരെ അടുത്തായിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു 3 BHK ഒരു മനോഹരമായ ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വില്ലയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എവർക്കും മാഞ്ഞാലൻ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മനോഹരമായ വീഡിയോകളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് ഇനിയും എത്തിക്കുന്നതാണ്. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ്. ഏകദേശം ഒരു 5 മീറ്റർ വൈഡ് വഴിയോട് കൂടിയുള്ള ഇന്റേണൽ റോഡോട് കൂടിയുള്ള ഒരു വില്ലയാണ്. ഏകദേശം ഇവിടെ ഒരു 5ഓളം വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നതും ഫിനിഷ് ആയിട്ടുള്ള വീടുകളുണ്ട്. അതിലേറ്റവും നമുക്ക് ഒരു സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വില്ലയാണ് നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്കാണ് ഞാനിപ്പോൾ കടന്നു വന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അഡ്വാൻറ്റേജ്, നമുക്കിവിടെ എക്സ്ട്രാ ഒരു കാർ പാർക്കിംഗ് സ്പേസ് കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഗാർഡൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. നല്ലൊരു ഈ ഒരു സൈഡിലായാലും എൻ്റെ ഈ ഒരു സൈഡിലായാലും നല്ലൊരു ഗാർഡൻ ഏരിയ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു കോമ്പൗണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഹൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ ഇങ്ങോട്ടൊക്കെ എല്ലാം നല്ലൊരു ഗാർഡൻ ഏരിയ പോർഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എലഗൻ സ്റ്റൈലിലൊരു കണ്ടംപററി സ്റ്റൈലിലാണ് ഈ ഒരു വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോർഷനെല്ലാം നല്ലൊരു മനോഹരമായ സീലിംഗ് വർക്കുകളും കാര്യങ്ങളും എല്ലാം നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ട് പോർഷനാണ് എൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയ സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നു. 2000 സ്ക്വയർ ഫീറ്റിൽ 4.6 സെൻറ്റ് പ്ലോട്ടിൽ 3 BHK പ്ലസ് യൂട്ടിലിറ്റി ഏരിയ എന്നിവയോട് കൂടിയാണ് ഈ ഒരു സെമി ഫർണിഷ്ഡ് വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. പുറത്തെ കോമ്പൗണ്ട് എല്ലാം വളരെ മനോഹരമാണ്, നിങ്ങൾക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. സോ നമുക്ക് അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യമായി നമുക്ക് ഈ വാതിലുകളും കാര്യങ്ങളും എല്ലാം തേക്ക്, അതുപോലെ തന്നെ ഫ്രെയിമുകളെല്ലാം മഹാഗണി, ആഞ്ഞിലി എന്നിവ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയ പോർഷനിലേക്കാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. ഒരു ഡബിൾ ഹൈറ്റഡ് ലിവിംഗ് ഏരിയ പോർഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസ് ആണ്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റെയർ കേസിന് താഴെ എല്ലാം ഒരു സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ ഒരു ഗാർഡൻ സ്പേസിലേക്കുള്ള ഒരു എൻട്രൻസ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു സൈഡിൽ കിട്ടുന്നുണ്ട്. സോ അത് നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. നല്ലൊരു പോർഷൻ നമുക്ക് അവിടെ കവേർഡ് സ്പേസ് ആണ് അതിൻ്റെ പുറത്തേക്ക് കിട്ടുന്നത്. ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു അകത്ത് തന്നെ ചെറിയൊരു ഗാർഡൻ സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു TV ഏരിയ സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാം മനോഹരമായ ഒരു വാൾട്ടയിൽ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നു. അത്യാവശ്യം എല്ലാം നല്ലൊരു എലഗൻ സ്റ്റൈലിലാണ് എൻ്റയർലി ഈ വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് അകത്ത് നമ്മൾ പോകുന്നത്. ഡൈനിങ് ഏരിയ സ്പേസ് നമുക്ക് ആ ഒരു പോർഷനിലാണ് ഡൈനിങ് ഏരിയ സ്പേസ് കിട്ടുന്നത്. ഇവിടെയാണ് ഡൈനിങ് ഏരിയ സ്പേസ് വരുന്നത്. സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നു. ഇവിടെയും നമുക്ക് ആ ഒരു പുറത്ത് കോമ്പൗണ്ടിലേക്കുള്ള ഒരു എൻട്രൻസ് ഉണ്ട്. ഗ്ലാസിൻ്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു വീടിന് എൻ്റയർലി ചുറ്റും നമുക്ക് ആ ഒരു ഏരിയ ഫുള്ള് നമുക്ക് റിയൽ ഷേപ്പിൽ നമുക്ക് കറങ്ങി വരാൻ കഴിയുന്ന ഒരു കോമ്പൗണ്ട് നമുക്ക് ഇതിന് ചുറ്റും കിട്ടുന്നുണ്ട്. സോ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു എൻ്റെ ഒരു റൈറ്റ് സൈഡിലാണെങ്കിൽ ഒരു സ്റ്റോറേജ് ഏരിയ സ്പേസ് നൽകിയിരിക്കുന്നു. കൂടാതെ കിച്ചൺ വരുന്നത് ഈ ഒരു സ്പേസിലാണ്. ഓപ്പൺ സ്പേസ് കിച്ചണാണ്. മോഡുലാർ ഡിസൈനിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് കിച്ചൺ നമ്മൾക്ക് ഇവിടെ കിട്ടുന്നു. ഇവിടെ ചിമ്മിണി, അതുപോലെ തന്നെ എല്ലാ സ്റ്റോറേജ് സ്പേസുകളും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഉള്ള ഒരു ഫർണിഷ്ഡ് കിച്ചണാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു മൾട്ടിവുഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡിസൈൻസും അതുപോലെ തന്നെ നല്ല അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പൈപ്പ്സും ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ലൊരു കിച്ചൺ ഇവിടെ ലഭിക്കുന്നു. സോ ഈ ഒരു കിച്ചൺ ഏരിയ സ്പേസിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒരു വർക്ക് ഏരിയ സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വർക്ക് ഏരിയ സ്പേസും ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. ടോട്ടൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ആ ഒരു നല്ലൊരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ്. സീലിംഗ് വർക്ക്, അതുപോലെ തന്നെ വാർഡ്രോബ്, അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഇനി പോകുന്നത് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിൽ അപ്പർ ലിവിംഗ് ഏരിയ ആണ് എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെയർ കേസിനെ പറ്റി പറയേണ്ടതുണ്ട്. വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രെയിമുകൾ കാര്യങ്ങളും എല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം വുഡാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗ്ലാസും കൊടുത്തിരിക്കുന്നു. അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ ഒരു ഏരിയ ആണ് ലിവിംഗ് ഏരിയ സ്പേസ് ആയിട്ട് വരുന്നത്. നമുക്കിവിടെയൊക്കെ നല്ലൊരു ആംബിയൻ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് ഈ ഒരു ലിവിംഗ് ഏരിയ സ്പേസ് നമുക്ക് ടോപ്പ് ഫ്ലോറിൽ കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് 2 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. നമുക്ക് ബെഡ്റൂം കണ്ടു നോക്കാം. സോ അടുത്തതായി ഈ വീടിന്റെ ബെഡ്റൂം ഏരിയ സ്പേസ് ആണ്. ടോപ്പ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം ആണ്. ബെഡ്റൂം എന്ന് പറയുന്നത് നമുക്കൊരു ഫർണിഷ്ഡ് ബെഡ്റൂം തന്നെയാണ്. കാരണം നമുക്കിവിടെ വാർഡ്രോബും സീലിംഗ് വർക്കുകളും അറ്റാച്ച്ഡ് ബാത്റൂമും കൂടാതെ നമുക്കിവിടെ കട്ടിലും ഏരിയ സ്പേസും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഫർണിഷ്ഡ് ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് എൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലും ലഭിക്കുന്നു.
മൂന്നാമത്തെ ബെഡ്റൂം ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. വളരെ മനോഹരമായ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ്. ഇവിടെ നമുക്ക് വാർഡ്രോബ്, അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം, സീലിംഗ് വർക്കുകൾ എന്നിവ ഉൾപ്പെടെയാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ യൂട്ടിലിറ്റി ഏരിയ സ്പേസ് നമുക്ക് വാഷിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ഏരിയ ആണ്. യൂട്ടിലിറ്റി ഏരിയ സ്പേസ് ഒരു കവേർഡ് യൂട്ടിലിറ്റി ഏരിയ സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ വാട്ടർ ഫെസിലിറ്റിയും അതുപോലെ തന്നെ മുകളിലേക്കുള്ള സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു ഏരിയ വരുന്നത്. നമുക്ക് തുണികൾ വാഷ് ചെയ്യാനും മറ്റു ഉണക്കാനുമുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നു. സോ ഇത്രയുമാണ് ഈ വീടിൻ്റെ റൂംസിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ബാൽക്കണി ഏരിയ സ്പേസ് കൂടി കണ്ടു നോക്കാം. സോ അവസാനമായി നല്ലൊരു വിശാലമായൊരു ബാൽക്കണി ഏരിയ സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കവേർഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. നമുക്കിവിടെ ഹാൻഡ് റെയിൽ കാര്യങ്ങളെല്ലാം വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് വരുന്നത്. നല്ലൊരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ സ്പേസ് ആണ് കിട്ടുന്നത്. ഇത് നമുക്ക് ഇവിടുത്തെ എൻ്ററിൽ ഈ ഒരു വില്ലാസിൻ്റെ എല്ലാത്തിൻ്റെ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. എറണാകുളത്തിൻ്റെ പ്രൈം ലൊക്കേഷനായ കളമശ്ശേരി, അതായത് കാക്കനാട്, ഇടപ്പള്ളി എന്നീ ഭാഗത്തേക്ക് വളരെ ഈസി ആക്സസ് ഉള്ള കളമശ്ശേരി HMT ജംഗ്ഷനോട് ചേർന്നുള്ള ഒരു ലൊക്കേഷനാണ് ഈ ഒരു 3 BHK വില്ല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സ്കൂൾസ്, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ കോളേജസ് കാര്യങ്ങളെല്ലാം വളരെ അടുത്തുള്ള ഒരു പ്രൈം ലൊക്കേഷനാണ്. നമുക്കിവിടെ റീസെൻ്റായിട്ട് നമ്മുടെ ഹൈക്കോർട്ട്സും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഏരിയയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഒത്തിരി ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു ഏരിയ ആണ്. ഒത്തിരി പുതിയ പ്രൊജക്ട്സും കാര്യങ്ങളെല്ലാം വരുന്ന ഏരിയയാണ്. 5ഓളം വില്ലകൾ ഇവിടെ പണി നടക്കുന്നുണ്ട്. 4.600 സെൻറ്റ് പ്ലോട്ടിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആണ് ഈ ഒരു മനോഹരമായ എലഗൻ സ്റ്റൈലുള്ള ഒരു വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഹോം ലോൺ സൗകര്യങ്ങളോട് കൂടി ഈ വീട് സ്വന്തമാക്കുവാനും സൈറ്റ് വിസിറ്റ് നടത്തി എത്രയും വേഗം ഈ വില്ല നിങ്ങൾക്ക് സ്വന്തമാക്കുവാനും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.